ഹലോ എവരി വൺ ഹലോ എവരി വൺ നമ്മളിന്ന് ഒരു ഇമെയിൽ റെസ്പോണ്ടർ അഥവാ ജസ്റ്റ് നമുക്കൊരു ജിമെയിലിൽ ഒരു മെയിൽ വരുന്നു, അത് ഗൂഗിളിൻ്റെ ജെമിനി വെച്ചിട്ട് റീഡ് ചെയ്യുന്നു, ദെൻ അതിന് റെസ്പോണ്ട് ചെയ്യുന്നു. ആ രീതിയിലുള്ള ഓട്ടോമേഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ ഇവിടെ ജസ്റ്റ് ഒരു ഫോൾഡർ ഓപ്പൺ ആക്കി അതിൽ ഇമെയിൽ റെസ്പോണ്ടർ എന്നുള്ളത് എംപ്റ്റി ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വേണ്ട കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാം. ഇതിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളിത് ഹോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് ഫുൾ ടൈം അഥവാ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെർവർ ആവശ്യമായിട്ട് വരും. നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഗിറ്റ് ഹബിൻ്റെ ആക്ഷൻസ് ഉണ്ട്, അത് നമുക്കതിൽ ഷെഡ്യൂൾ ചെയ്തിട്ട് ഓരോ 10 മിനിറ്റിലും ഷെഡ്യൂൾ ചെയ്തിട്ട് ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റും. അപ്പം അതുകൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെർവറിൻ്റെ കോസ്റ്റോ കാര്യങ്ങളോ ഇല്ലാതെ ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റും. ചെറിയൊരു ലിമിറ്റേഷൻ വരിക, മെയിൽ വന്ന ഉടനെ തന്നെ അയക്കാൻ പറ്റില്ല, ബട്ട് ഒരു ഹ്യൂമൻ റെസ്പോണ്ട് ചെയ്യുമ്പോൾ തന്നെ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ചിലപ്പോൾ നമ്മളെ ജിമെയിൽ അക്കൗണ്ടിൽ ഓൾറെഡി ഒരുപാട് അൺറീഡ് മെയിൽ ഉണ്ടാവും. അപ്പോൾ ഒന്നിച്ച് സ്പാം ആവുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓൺലി ലാസ്റ്റ് 2 മെയിലിന് മാത്രമേ ലാസ്റ്റ് 2 അൺറീഡ് മെയിലിന് മാത്രം റിപ്ലൈ കൊടുക്കാൻ വേണ്ടി പറയാം. ഇത് നമുക്ക് ഇംഗ്ലീഷൊക്കെ നല്ല രീതിയിൽ PRDയും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒന്നുമില്ലെങ്കിൽ പോലും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഈ രീതിയിൽ ചെയ്തെടുക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്രിയേറ്റ് ഇംപ്ലിമെൻറ്റേഷൻ പ്ലാൻ. ഈ ഇംപ്ലിമെൻറ്റേഷൻ പ്ലാൻ ഉണ്ടാക്കുന്നത് നമ്മൾ ഉദ്ദേശിച്ച സംഗതി തന്നെയാണോ ലഭിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ദെൻ അതിലെന്ത് ചെയ്യും, നമുക്ക് വേണ്ട ചേഞ്ചസും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വർക്ക് അവർ ചെയ്യും. നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ജിമെയിൽ ഒരു ഇമെയിൽ വരും, അത് ഗൂഗിളിൻ്റെ ജെമിനിൻ്റെ ഒരു APIയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫ്രീ ആണ്. അതിൽ 500 റിക്വസ്റ്റ് പെർ ഡേ ഫ്രീ ആയിട്ട് കിട്ടും. 3.1 ഒരു ഇംപ്ലിമെൻറ്റേഷൻ പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്, കാരണം എന്തെങ്കിലും ഓട്ടോമേഷൻ കംപ്ലീറ്റ്ലി ഇംപ്ലിമെൻറ്റേഷൻ പ്ലാനിനനുസരിച്ച് നെക്സ്റ്റ് സ്റ്റെപ്പുകൾ ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ റീഡ് ചെയ്യാണ്. ഇതിൽ Node.js ഓട്ടോമേഷനാണ്. കണക്ട് ജിമെയിൽ V0 റീഡ് ഇമെയിൽ നമ്മൾ പറഞ്ഞ എല്ലാ സംഗതികളും ഉണ്ട്. ഗിറ്റബിൻ്റെ വർക്ക്ഫ്ലോസ് എന്നുള്ളൊരു ഫയലിലുണ്ടാവും. SRC ഇതായിരിക്കും ഇതിൻ്റെ ഒരു പ്രൊജക്റ്റ് സ്ട്രക്ചർ. പിന്നെ ഫേസസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ടിന്യൂ കൊടുക്കുകയാണ്.
നെക്സ്റ്റ് ENV ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ജിമെയിലിൻ്റെ ക്ലയൻറ്റ് ID, മെയിൽ ക്ലയൻറ്റ് സീക്രട്ട്, ജിമെയിൽ റിഫ്രഷ് ടോക്കൺ. ഇത് ഒപ്റ്റൈൻ ഫ്രം ഗൂഗിൾ ക്ലൗഡ് കൺസോൾ API സർവീസ് ക്രെഡൻഷ്യൽ. നമുക്ക് ഓരോ സംഗതികളും എവിടെ നിന്നാണ് എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് ആൻറ്റിഗ്രാവിറ്റി വെച്ചിട്ടാണ് നമ്മളിവിടെ ട്രൈ ചെയ്യുന്നത്. ആൻറ്റിഗ്രാവിറ്റി ഇൻസ്റ്റാൾ ചെയ്യുന്ന സെറ്റപ്പ് ചെയ്യുന്നതൊക്കെ ഓൾറെഡി മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി അതല്ലെങ്കിൽ മറ്റു വീഡിയോസ് കണ്ടിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാം. ദെൻ ഇവിടെ ഓരോ ചേഞ്ചസ് വരുന്ന ഫയലുകൾ ഉണ്ടാകും. ജസ്റ്റ് അക്സെപ്റ്റ് ഓൾ കൊടുക്കാം. ഈ ഒരു പ്രൊജക്റ്റ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. സോ ഇതിലിരുന്ന എററും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് തന്നെ ഫിക്സ് ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു റീഡ്മി ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ റീഡ്മി ഫയൽ നമ്മൾ ജസ്റ്റ് സൈഡിലേക്ക് ഓപ്പൺ പ്രിവ്യൂ എടുത്താൽ അത് AI ഇമെയിൽ റെസ്പോണ്ടർ, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും. ഫസ്റ്റ് ഗൂഗിൾ ക്ലൗഡ് കൺസോളിൽ പോവുക, ക്രിയേറ്റ് ന്യൂ പ്രൊജക്റ്റ്, എനേബിൾ ജെമിനി API. നമ്മളത് ഇതിൽ പറഞ്ഞ രീതിയിൽ തന്നെ ട്രൈ ചെയ്യാണ്. ഒരു ന്യൂ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഏത് അക്കൗണ്ടിലാണോ നമുക്ക് റെസ്പോണ്ട് ചെയ്യുന്നത് ആ അക്കൗണ്ടിൽ തന്നെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇത് ക്രിയേറ്റ് ആയിട്ടുണ്ട്. സെലക്ട് പ്രൊജക്റ്റ് എടുക്കാണ്. ഇതിലിനി ന്യൂ പ്രൊജക്റ്റ്, എനേബിൾ ദ ജിമെയിൽ API. നമ്മളിവിടെ വന്ന് ഇതിൽ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിലാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ API സർവീസ് എടുത്താൽ എനേബിൾ API സർവീസ് ഉണ്ട്. ഇത് നമ്മൾ ജിമെയിൽ API ഇൻസർട്ട് ചെയ്താൽ മതി. അത് എനേബിൾ ആകുന്നുണ്ട്. നെക്സ്റ്റ് ക്രിയേറ്റ് 0.2.0 ക്രെഡൻഷ്യൽ API സർവീസ് ക്രെഡൻഷ്യൽ, ക്രിയേറ്റ് ക്രെഡൻഷ്യൽ, ആപ്ലിക്കേഷൻ ടൈപ്പ് ഡെസ്ക്ടോപ്പ് ആപ്പ്. ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ക്രെഡൻഷ്യൽ, ഇതിൽ നമ്മൾ ഫസ്റ്റ് ക്രെഡൻഷ്യൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് ഫസ്റ്റ് ഈ ഒരു സാധനം കോൺഫിഗർ കൺസെന്റ് സ്ക്രീൻ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഫസ്റ്റ് ആയിരുന്ന ഒരു സ്ക്രീൻ നമുക്ക് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കാം. ജിമെയിൽ റെസ്പോണ്ടർ, സപ്പോർട്ട് ഇമെയിൽ. നെക്സ്റ്റ് ഇൻറ്റേർണൽ എക്സ്റ്റേണൽ ഉണ്ടാവും. ഇത് ഇൻറ്റേർണൽ കൊടുത്താലും കുഴപ്പമില്ല,
എക്സ്റ്റേണൽ കൊടുത്തതാണ് കോണ്ടാക്ട് ഇമെയിൽ. നമ്മൾ എക്സ്റ്റേണൽ കൊടുത്തിരുന്ന സമയത്ത് ഇത് ഓഡിയൻസ് പബ്ലിക് ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അഥവാ ഇത് പബ്ലിഷ് ചെയ്താൽ മാത്രമാണ് കൂടുതൽ നമുക്ക് വേറെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊക്കെ ട്രൈ ചെയ്യാൻ പറ്റും. ജസ്റ്റ് അത് ഫസ്റ്റ് നമ്മളൊന്ന് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ഇതിലിനി ക്രിയേറ്റ് സീറോ ഓർത്ത് ക്ലൈൻറ്റ്, ഇതിൽ നമ്മൾ ഡെസ്ക്ടോപ്പ് ആപ്പ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഡെസ്ക്ടോപ്പ് ക്ലൈൻറ്റ് വന്ന് ക്രിയേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഡൗൺലോഡ് ജേസൺ ഫയൽ കൊടുക്കാം. ഈ ഒരു ജേസൺ ഫയലാണ് ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഇതെന്താണെന്ന് കോപ്പി ചെയ്യാം. ദെൻ നമ്മൾ വീണ്ടും ഇതിലേക്ക് വരാം. ഡൗൺലോഡ് ജേസൺ ഫയൽ പറഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റെപ്പ് 2 ഗെറ്റ് യുവർ റിഫ്രഷ് ടോക്കൺ. 1 ടൈം കിട്ടിയാൽ മതി. ക്ലോൺ ആൻഡ് ഇൻസ്റ്റാൾ. ഇപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മളെ പ്രൊജക്റ്റിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു സംഗതി ചെയ്യേണ്ട. ആഡ് യുവർ ക്ലൈൻറ്റ് ഐ ഡി ആൻഡ് സീക്രട്ട് കീ ഫസ്റ്റ് cp.env റൺ npm റൺ ഗെറ്റ് ടോക്കൺ. അത് നമ്മൾ ജസ്റ്റ് ഇതിൽ .envൻ്റെ എക്സാമ്പിൾ വന്നിട്ട് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുകയാണ്. ഈ ഫയലിൻ്റെ .env പേര് നെയിം ചേഞ്ച് ചെയ്യുന്നുണ്ട്. ദെൻ ഇതിൽ ക്ലൈൻറ്റ് ഐ ഡി ഇവിടെ നമ്മൾ നേരത്തെ കോപ്പി ചെയ്തിട്ടുള്ള ക്ലൈൻറ്റ് ഐ ഡി, ഇതിൽ ക്ലൈൻറ്റ് ഐ ഡി 2377 ആണ്. ഓക്കെ, ദെൻ ക്ലൈൻറ്റ് സീക്രട്ട് നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പബ്ലിക്കലി കാണിക്കരുത്, നമ്മളെന്തായാലും ബ്ലർ ചെയ്തിട്ടായിരിക്കും. ദെൻ സേവ് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പ് npm റൺ ഗെറ്റ് ടോക്കൺ ആണ്. ഇതിലൊരു ഓപ്പൺ URL ബ്രൗസർ ആൻഡ് അപ്രൂവ് ആക്സസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലിങ്ക് നമ്മൾ കോപ്പി ചെയ്യാണ് ഇത് ഫുള്ളായിട്ട്. ദെൻ നമ്മൾ ഏത് അക്കൗണ്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ആ അക്കൗണ്ടിലേക്ക് പേസ്റ്റ് ചെയ്യാം. ഫോണ്ട് ഇൻവാലിഡ് ക്ലൈൻറ്റ് എന്നുള്ള ഒരു എറർ വന്നിട്ടുണ്ട്. നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കാം. ക്ലൈൻറ്റ് ഐ ഡി സീക്രട്ട് സ്റ്റാർ ആയിട്ടുണ്ട്. ഇതിൽ ഓക്കെയാണ്. ഒരു ഇൻവാലിഡ് ക്ലൈൻറ്റ് എന്നുള്ള എറർ ഉണ്ട്. അപ്പോൾ നമ്മളത് ജസ്റ്റ് ഫിക്സ് ചെയ്യാണ്. ഇതിൽ നമുക്ക് ഈ ഒരു ചാറ്റ് വിൻഡോ നമുക്ക് ഇതിലേക്ക് പാസ് ചെയ്യാൻ പറ്റും. ഈ ടെർമിനലിനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു അറ്റ് യൂസ് ചെയ്തിട്ട് ടെർമിനൽ ഇതിലേക്ക് ആഡ് ചെയ്യാം.
സെൻഡ് ചെയ്യാം. ഇത് ENV ജസ്റ്റ് റീഡ് ചെയ്യാൻ പറഞ്ഞു സമ്മതം ചോദിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ പെർമിഷൻ കൊടുത്താണ്. ഇത് ENVന്ന് ഗെറ്റ് ടോക്കണിൽ നമ്മൾ ആ ഒരു ക്ലയൻറ്റ് ഐ ഡി റീഡ് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് ഒരു ആഡ് ചെയ്തിട്ടുണ്ട്. ഗെറ്റ് ടോക്കൺ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടി ജസ്റ്റ് റൺ ചെയ്യാണ്. എന്നിട്ടും സെയിം റിക്വസ്റ്റ് പാരാമീറ്റർ മിസ്സിംഗ് റെസ്പോൺസ് ടൈപ്പ് നേരത്തെ ഇൻവാലിഡ് റിക്വസ്റ്റ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇത് ചെയ്യാറ് ഇതേപോലെ കോപ്പി ചെയ്യാം. സെയിം അത് തന്നെ ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യാണ്. അത് ടെർമിനലിൽ കമാൻഡ് റൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ തന്നെ ജസ്റ്റ് എടുക്കുന്നുണ്ട്. അതിലും സെയിം എറർ തന്നെയാണ് വരുന്നത്. നമ്മൾ ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് അതായിക്കോട്ടെ അത് ചെക്ക് ചെയ്തോട്ടെ. അതൊന്നുകൂടി ട്രൈ ചെയ്യും. നമ്മൾ 3000 ഇവിടെ അഥവാ പോർട്ടാണ്. ആ പോർട്ട് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. സെൻഡ് ഔട്ട് ചെയ്യാം. സെയിം എററാണ് വന്നിട്ടുള്ളത്.
ഈ ഒരു URL ഓട്ടോ ഓപ്പൺ ആയപ്പോഴാണ് എറർ വന്നിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് ദെൻ റൺ ചെയ്യാണ്. ഈ ഒരു രീതിയിൽ ഓട്ടോ ഓപ്പൺ ആകുമ്പോഴാണ് എറർ വരുന്നത്. ജസ്റ്റ് ഈ ഒരു ലിങ്ക് നമ്മൾ ഫോളോ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ട് കാണിക്കുന്നുണ്ട്. അതിൽ സൈൻ കൊടുത്തിട്ടുണ്ട്. ഈ നോട്ട് വെരിഫൈഡ് കാണിക്കുന്നത് നമ്മൾ ഗൂഗിളിൻ്റെ ഈ ഒരു അക്കൗണ്ട് നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തത് കൊണ്ടാണ്. ആ ഒരു ക്ലൗഡ് കൺസോള് അതിൽ കിട്ടും. ഇമെയിൽ റെസ്പോൺസ്, ഇതിലുള്ള പെർമിഷൻസ് അഥവാ ഇമെയിൽ മെസ്സേജ് റീഡ് ചെയ്യാൻ, അതേപോലെ തന്നെ മെയിൽ സെൻഡ് ചെയ്യാനുള്ളത്, അങ്ങനത്തെ പെർമിഷൻസാണ് അതിൽ കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ കൊടുത്ത് നമുക്ക് ജിമെയിൽ റിഫ്രഷ് ടോക്കൺ എന്ന് പറഞ്ഞിട്ട് ഒരു ടോക്കൺ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് കോപ്പി ചെയ്യാം. ഈ ടോക്കണാണ് നമുക്ക് ENVയിൽ സെറ്റ് ചെയ്യാനുള്ളത്. ENVയിൽ ജിമെയിൽ റിഫ്രഷ് ടോക്കൺ കിട്ടിയിട്ടുണ്ട്, നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റ് ഇതിൽ ടോക്കൺ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജെമിനിൻ്റെ API കീ വേണം. അത് നമ്മൾ ആ സമ്മറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അഥവാ ഗൂഗിളിൻ്റെ ജെമിനി ആയിരിക്കും. നമ്മൾ കീക്ക് ഇവിടെ പറയുന്നുണ്ട്, ഈ കീ ഈ ലിങ്കിൽ നിന്ന് കിട്ടും. ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് ആവശ്യമുള്ളത് ഈ ഒരു ടോക്കൺ ലഭിച്ചിട്ടുണ്ട്. ഇനി ജെമിനിൻ്റെ API കീ ആവശ്യമുണ്ട്. അതിന് ഈ ഒരു ലിങ്ക് ഓപ്പൺ ആക്കിയാൽ മതി. ലിങ്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്കുള്ള നമ്മുടെ API കീയും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ, ന്യൂ കീ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ന്യൂ കീ ഒരു പേര് കൊടുക്കാം. ജസ്റ്റ് അവിടെ ഒരു പ്രൊജക്റ്റും കാര്യങ്ങളൊന്നും കാണുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പുതിയ ക്രിയേറ്റ് ചെയ്യാം. ഇതിൽ എന്നാൽ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ കീ കോപ്പി ചെയ്യാം. സേവ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മുടെ ഏകദേശം കീസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇതിൽ ജിമെയിൽ അഡ്രസ്സ് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ മെയിലിന് അയക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. നമ്മളിപ്പോൾ നമ്മൾ ആ ഒരു മെയിലാണ് നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. മാക്സിമം എത്ര മെയിൽ നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെയ്തിട്ടുള്ള 2 എന്നുള്ളതാണ് ഈ കൗണ്ട്. അതും സെറ്റ് ചെയ്യാം. ഇനി ഫൈനൽ ജെമിനി API സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആഡ് GitHub സീക്രട്ട്, അതിൽ GitHub റെപ്പോയിൽ സാങ്ഷൻസ് ഇൻ യുവർ റിപ്പോസിറ്ററി സബ് സീക്രട്ട്. ഓക്കെ, ഇത് നമ്മൾ ഫസ്റ്റ് നമ്മളൊരു GitHubൻ്റെ റെപ്പോ ക്രിയേറ്റ് ചെയ്യാണ്. GitHub അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് റിപ്പോസിറ്ററി എടുക്കാണ്. settings, secret and variable actions, new repository. Settings, secret and variable actions, new repository secret. client ID,
ജസ്റ്റ് സെക്യൂരിറ്റി കേസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. 4 കേസ് ഈ ഒരു ഇതുകൂടി തന്നെയാണ്. നമ്മൾ ജസ്റ്റ് ഇതിൽ ഒരു കാര്യം ജസ്റ്റ് നോട്ട് ചെയ്യാനുള്ളത്, ഇതിൽ നമ്മൾ ജെമിനിൻ്റെ മോഡൽ ഏതാണ് ഇവർ ചൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ജെമിനി API ഇതാണ്. ഇതിൽ ജെമിനി 1.5 ഫ്ലാഷ് ആണ് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ഏത് മോഡലാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഈ ഒരു API കീസ് എടുക്കാം. കീസ് നമ്മളിപ്പം ജനറേറ്റ് ചെയ്ത ഫോർ ഇമെയിൽ ഓട്ടോ റെസ്പോണ്ടർ, ഇതിൽ നമ്മൾ ഈ ഒരു യൂസേജ് എടുത്തു കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഓരോ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഓരോ മോഡൽ വൈസ് ചെയ്തിട്ടുള്ള യൂസേജ് ഉണ്ടാവും. അതിൽ ഏറ്റവും ഞാൻ ജസ്റ്റ് യൂസ് ചെയ്യുന്നൊരു ഓക്കെ, ഇതിൽ റേറ്റ് ലിമിറ്റ് എന്നുള്ളതാണ് എടുക്കേണ്ടത്. റേറ്റ് ലിമിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഓരോ മോഡൽസും എത്രയാണ്, ഇതിപ്പോൾ ഫ്രീ ടയറിലുള്ളതാണ്, അഥവാ ഫ്രീ ആയിട്ട് നമ്മുടെ ജെമിനി അക്കൗണ്ട് യൂസ് ചെയ്യുമ്പോൾ ഈ ഓരോ മോഡലുകളും എത്ര, അഥവാ ഈ റിക്വസ്റ്റ് പെർ മിനിറ്റ് ആണ് RPM, ടോക്കൺസ് പെർ മിനിറ്റ് ആണ് ഈ എത്ര ടോക്കൺസ് യൂസ് ചെയ്യാന്നുള്ളതാണ്. റിക്വസ്റ്റ് പെർ ഡേ ആണ്. ഇതിൽ റിക്വസ്റ്റ് പെർ ഡേയിൽ 20, അതുപോലെ 000 10 ആ രീതിയിൽ കാണാൻ പറ്റും. ഇതിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലൊരു റിക്വസ്റ്റ് പെർ ഡേ 500 റിക്വസ്റ്റ് ഫ്രീ ഉള്ളതും, അതുപോലെ തന്നെ റിക്വസ്റ്റ് പെർ മിനിറ്റിൽ 250K അത്രത്തോളം ടോക്കൺസും 15 റേറ്റ് ലിമിറ്റിങ്ങും. റിക്വസ്റ്റ് ഒരു മിനിറ്റിൽ 15ഓളം അയക്കാൻ പറ്റുന്ന ജെമിനി 3.1 ഫ്ലാഷ് ലൈറ്റിൻ്റെ മോഡലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതാണ് ഇവരിൽ ഏറ്റവും കൂടുതലുള്ളത്. ഫസ്റ്റത്തെ 1.2 ഒക്കെ ഓൾറെഡി ഔട്ട്ഡേറ്റഡ് ആണ്. നമ്മൾ ഇതാണ് യൂസ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഈ ഒരു നെയിമിംഗ് അല്ല വരിക, പകരം ഈ ഒരു മോഡലിന് ഒരു നെയിം ഉണ്ടാവും. അത് കിട്ടാൻ മോഡൽ എന്ന് വെച്ചാൽ ഫ്ലാഷ് ലൈറ്റ് പ്രിവ്യൂ. ഈ മോഡൽ കോഡ് ഉണ്ട്, ഈ ഒരു കോഡാണ് കോപ്പി ചെയ്യേണ്ടത്. ഈ കോഡ് കോപ്പി ചെയ്യാം. ദെൻ ഇവിടെ വന്നിട്ട് നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിൽ യു ആർ ഇൻ്റലിജൻറ്റ് ഇമെയിൽ അസിസ്റ്റൻറ്റ് സമ്മറി ഫോളോയിങ് ഇമെയിൽ ടു സെൻറ്റൻസ് ഫോക്കസ് ഓൺ മെയിൻ റിക്വസ്റ്റ് ആൻഡ് ടോപ്പിക് കീവേഡ്സ്. ഇമെയിൽ എന്താണ്, സമ്മറി എന്താണെന്നുള്ള വിവരങ്ങളൊക്കെ ഉണ്ട്. ഓപ്ഷൻ ജനറേറ്റ് റിപ്ലൈ അതിൻ്റെ സെൻറ്റർ സബ്ജക്റ്റ്. ഇത് ജസ്റ്റ് ഈ ഫസ്റ്റത്തെ നമ്മൾ ഇമെയിൽ സമ്മറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ദെൻ പ്രൊഫഷണൽ ആൻഡ് ഫ്രണ്ട്ലി ഇമെയിൽ അസിസ്റ്റൻറ്റ് റെസ്പോൺസിങ്, ഒരു ഇൻബോക്സിൽ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ സബ്ജക്റ്റും എല്ലാ കാര്യങ്ങളും അതിനെ കൊണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അഡ്രസ് സെൻഡ് ബൈ ദെയർ നെയിം, എന്തെങ്കിലും വിവരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിനി ഗിറ്റിലേക്ക് പുഷ് ചെയ്യാനുള്ളത് ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗിറ്റ് ആഡ് ഡോട്ട് ഗിറ്റ് ഇനീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗിറ്റ് ഇനീറ്റ് ഫസ്റ്റ് ഗിറ്റിൻ്റെ കമാൻഡ്സുകളാണ്. ജസ്റ്റ് ഫസ്റ്റ് കമാൻഡുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവും ഗിറ്റ് ഇനീറ്റ് ഗിറ്റ് ആഡ് ഡോട്ട്.
ഞാൻ ഗിറ്റ് ഗ്ലോബലായിട്ട് സെറ്റ് ചെയ്തിട്ടില്ല. മൾട്ടിപ്പിൾ അക്കൗണ്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഗിറ്റ് കമ്മിറ്റിൻ്റെ മെസ്സേജ് ഒന്നുകൂടി കൊടുക്കണം. കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ബ്രാഞ്ച് റിമോട്ട് ഷെയർഡ്. ഓക്കെ, ഇത് പുഷ് ആയിട്ടുണ്ട്. ജസ്റ്റ് റിഫ്രഷ് ചെയ്താൽ ഇവിടെ എൻ്റെ എല്ലാ കോഡും കാര്യങ്ങളും എൻ്റെ വർക്ക് ഫ്ലോയും ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളിനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതിൽ ഒരു AI വർക്ക്ഫ്ലോ ഹാസ് ഒരു AI ഇമെയിൽ റെസ്പോണ്ടർ എന്നുള്ളൊരു വർക്ക്ഫ്ലോ വന്നിട്ടുണ്ട്. അഥവാ നമ്മൾ ഈ ഒരു ഗിറ്റബിൻ്റെ ഇമെയിൽ റെസ്പോണ്ടറിൻ്റെ ഉള്ളിൽ എടുത്താൽ നെയിം AI ഇമെയിൽ റെസ്പോണ്ടർ എന്നുള്ളൊരു വർക്ക്ഫ്ലോ നമ്മൾ ഓൾറെഡി ഇതിനുള്ളിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. പക്ഷെ അതവിടെ റണ്ണായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൽ നമ്മൾ റണ്ണ് ചെയ്യാനുള്ളത് നമുക്ക് ഓരോ റണ്ണേഴ്സ് ഇതിൽ നമുക്ക് ഓരോ 10 മിനിറ്റിൽ ഇത് റൺ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ജസ്റ്റ് ഇതിനോട് തന്നെ ചോദിക്കാൻ പറ്റും. അഥവാ ഷോവിങ് AI ഇമെയിൽ റെസ്പോണ്ടർ ഫ്ലോ ടൈപ്പ് 1 റൺ എവരി 10 minutes. So ഓൾറെഡി ഇവിടെ ഒരു 10 മിനിറ്റിൽ റൺ ആവാനുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓൾറെഡി റൺ ആവും. ഇറ്റ്സ് നോട്ട് റണ്ണിങ് ആഡ് സീക്വൻസ്. മെയിനിൽ മാത്രമാണെങ്കിലാണ് മെയിൻ ബ്രാഞ്ചിൽ തന്നെയാണ് ഉള്ളത്. നമ്മൾ ഫസ്റ്റ് ജസ്റ്റ് ഈ ഒരു എടുത്ത് നോക്കാണ്. നമ്മൾ ജസ്റ്റ് റൺ വർക്ക് ഫ്ലോ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതൊരു മാനുവൽ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ റൺ ആവുന്നുണ്ട്. ഡിപെൻഡൻസി മിസ്സിംഗ് റിക്വയർഡ് ജിമെയിൽ റിഫ്രഷ് ടോക്കണ് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ഇത് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. നമ്മൾ റിഫ്രഷ് ടോക്കൺ ആഡ് ചെയ്തിട്ടുണ്ട് ഗിറ്റർ സീക്രട്സിൽ. ഇവിടെ കിട്ടിയിട്ടില്ല. സെറ്റിങ്സ് ഓക്കെ. ഇതിൽ നമ്മൾ ജസ്റ്റ് ഈ ഒരു
ENVന്ന് ഈ ഒരു റിഫ്രഷ് ടോക്കൺ നമ്മൾ കോപ്പി ചെയ്യാൻ വിട്ടിട്ടുണ്ട്. ഈ ഒരു റിഫ്രഷ് ടോക്കൺ കാണാൻ പറ്റുന്നില്ല. സീക്രട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ നമ്മൾ ആക്ഷൻസിലേക്ക് പോവുകയാണ്. ആക്ഷൻസിൽ ഫസ്റ്റത്തെ എറർ ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് റെസ്പോണ്ടർ ഒന്നും കൂടി നമ്മൾ റൺ ചെയ്യാണ് മാനുവലി. ഇവിടെ റൺ ആവുന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഒരു സ്റ്റെപ്പുകൾ ജസ്റ്റ് കാണാൻ കഴിയും. അതിൽ മെസ്സേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, സമ്മറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാ പരിപാടികളും ചെയ്തു. സപ്പോർട്ട് റിപ്പോസിറ്ററി ഇത് ടിക്ക് വന്നിട്ടുണ്ട്. അതിൽ ഇവിടെയുള്ള സ്റ്റെപ്പുകൾ ജസ്റ്റ് നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് റിപ്പോസിറ്ററി നോഡ് ജെ സെറ്റ് ചെയ്ത് ഇൻസ്റ്റാൾ, അതിൽ വേണ്ട പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തു. റെഡ് ഇമെയിൽ റെസ്പോണ്ടർ ഫൗണ്ട് ടു അൺറീഡ് മെയിൽ 2 ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. റെസ്പോണ്ടർ gmail.com successfully to email 1. Okay. ഇതിൽ നമ്മൾ മെയിൽ ഓപ്പൺ ആക്കി വെക്കാണ്. ഇതിൽ ഇതാ ഡിയർ ഗൂഗിൾ, ഈ ഒരു ഗൂഗിളിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള മെസ്സേജ് ആയിരുന്നു നേരത്തെ വന്നിട്ടുള്ളത്. ഡിയർ ഗൂഗിൾ, താങ്ക് യു ഫോർ സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ റിഗാർഡിംഗ് ആക്സസ് ജിമെയിൽ റെസ്പോണ്ട് ആപ്ലിക്കേഷൻ റിട്ടേൺ കൺഫേം. ഈ ഒരു ഇത് ഇമെയിൽ അസിസ്റ്റൻ്റ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഫുള്ളി കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ട ഓരോ ഇമെയിലിൻ്റെ കാര്യങ്ങളിൽ സെറ്റ് ചെയ്യാം. അവിടെ ഹ്യൂമൺ ആയിട്ടുള്ള രീതിയിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ഗൂഗിളിന് റെസ്പോണ്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നോ റിപ്ലൈ, രണ്ടും ഓരോ ഡൈനസിൽ നിന്നുള്ള വേറൊരു മെസ്സേജിനും എന്ത് ചെയ്തിട്ടുണ്ട്, റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഹലോ ഗുഡ് മോർണിംഗ് എന്ന് മാത്രം അയച്ചിട്ട് വേറൊരു മെയിലിൽ നിന്ന് ഇതിലേക്ക് മെസ്സേജ് അയക്കാണ്. ടൈറ്റിലും ചെക്കിംഗ് ഓട്ടോമേഷൻ തന്നെ കൊടുക്കാണ്. ഹലോ ഗുഡ് മോർണിംഗ് നമ്മൾ സെൻഡ് ചെയ്തിട്ടുണ്ട്. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു മെയിൽ സെൻഡ്, ഇപ്പം മെയിൽ സെൻഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ മെയിൽ ഓപ്പൺ ആക്കുന്നില്ല, പകരം ഇതിൽ വന്നു നമ്മുടെ ഗിറ്റഹബ് അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ട് ഗിറ്റഹബിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഒരു തവണ കൂടി ആക്ഷൻസിൽ വന്നു. ആക്ഷൻസ് ഒന്ന് ഇതിൽ നമ്മൾ റൺ വർക്ക് ഫ്ലോ ഒന്നും കൂടി കൊടുക്കാണ്. നമ്മൾ ലാസ്റ്റ് അയച്ചിട്ടുള്ള മെയിൽ ഇതിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാനും അതിൻ്റെ റെസ്പോൺസ് ഏത് രീതിയിലായിരിക്കും അറിയാൻ വേണ്ടിയിട്ടാണ്. പേരടക്കം റെസ്പോൺസ് വന്നിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ അയച്ച മെയിൽ ഒന്ന് ചെക്ക് ചെയ്യാണ്. ഇതാ അവിടെ മെസ്സേജ് റിപ്ലൈ വന്നിട്ടുണ്ട്. ഹലോ ഗുഡ് മോർണിംഗ് അയച്ചു. ഹൈ നിഷ്മൽ, ഗുഡ് മോർണിംഗ്, താങ്ക് യു ഫോർ റീച്ചിങ് ഔട്ട്. ഹാവ് ദിസ് ഡെവലപ്മെന്റ് ബഡ്ജറ്റ് മെസ്സേജ് ക്ലാസ് incomplete budget please let me know. So today is free or something specific and discuss. I am here to help you. ഇമെയിൽ അസിസ്റ്റൻ്റ് എന്നുള്ളൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. എനിവേസ് ഇത് കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്, വേറെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഡിസ്കോഡിനാണ് നമ്മൾ 2
മെയിൽ വന്നിട്ടുണ്ട്. 2 ലാസ്റ്റ് 2 ചെക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഒന്നാക്കാനൊക്കെ പറ്റും. നമ്മൾ ഓൾറെഡി ഫുള്ള് സ്പാം ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 2 കൊടുത്തിട്ടുള്ളത്. ആ 2 മെയിലും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ജസ്റ്റ് ചെക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഒരുപാട് തവണ ജസ്റ്റ് വെയിറ്റ് ചെയ്തിട്ടും ഇത് ഇതുവരെ റണ്ണായിട്ടില്ല. അപ്പോൾ അതിൻ്റെ റീസൺസ് നോക്കിയപ്പം നമ്മളെ കോഡിലുള്ള എററോ കാര്യങ്ങളൊന്നുമല്ല. അഥവാ കോഡിലുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതിൽ നമ്മൾ ഷെഡ്യൂൾ അഥവാ ഓരോ 10 മിനിറ്റ് ടണ്ണുകൾ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മാനുവലി നമ്മൾ ആ ഒരു ടെസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വർക്ക് ഫ്ലോ ഡിസ്പാച്ച് എന്നുള്ള ഈ ഒരു സംഗതിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. ബട്ട് വർക്ക് ചെയ്യാത്തതിൻ്റെ റീസൺ കണ്ടിട്ടുള്ളത് ഗിറ്റ് ഹബിൻ്റെ ഈ ഷെഡ്യൂളർ എന്നുള്ള സംഗതികൾ എന്ത് ചെയ്യും, നല്ല രീതിയിൽ ഡിലേ വരുന്നുണ്ട് എന്നുള്ള സംഗതിയാണ്. അതേപോലെ തന്നെ ഈ 10 മിനിറ്റ് എന്നുള്ളതൊക്കെ ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരു റാൻഡം ടൈമിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ 10 മിനിറ്റ് എന്നുള്ളത് മാറ്റിയിട്ട് ഒരു 13 മിനിറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിൽ തന്നെ ഇനി അഥവാ ചെറിയ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ലെങ്കിൽ പോലും നമ്മൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ട്രിഗർ ഒന്നും കൂടി ഗിറ്റ് ഹബ് എന്ത് ചെയ്യും, ഒന്നും കൂടി സെറ്റ് ചെയ്യും ആക്ഷൻസ്. ജസ്റ്റ് ഒന്ന് ഒരു മാനുവലി ഒന്ന് റൺ ചെയ്തിടാം. മാനുവൽ റൺ നമ്മൾ നേരത്തെ ടെസ്റ്റ് ചെയ്താണ്, കംപ്ലീറ്റ്ലി വർക്കിംഗ് ആണ്. നിലവിൽ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഹോസ്റ്റ് ചെയ്യാതെ ഒരു ഫ്രീ സർവീസായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. നമുക്കിതല്ലാതെ ഒരുപാട് ഓപ്ഷൻസ് വേറെ ഉണ്ട്. മെസ്സേജ് മാർക്കറ്റ് റീഡ് റണ്ണായിട്ടുണ്ട്. ഇനി ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇത് എങ്ങനെയാണെങ്കിലും നിലവിൽ ലേറ്റ് ആവുന്നുണ്ട്. സോ നമുക്ക് ഇതിൻ്റെ കുറച്ചും കൂടി ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു രീതി എന്നുള്ള നിലക്ക് എന്തായാലും ഓരോ 10 മിനിറ്റ്സിലും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിളിൻ്റെ തന്നെ ആപ്പ് സ്ക്രിപ്റ്റ് ഉണ്ട്. അത് വെച്ചിട്ട് ഈ ഒരു ഗിറ്റ് ഹബിൻ്റെ ഈ ഒരു വർക്ക് ഫ്ലോ ഉണ്ടല്ലോ, അതിനെ നമ്മൾ ആ ഒരു ഡിസ്പാച്ച് ഇവൻറ്റ് കോൾ ചെയ്തിട്ട് റൺ ചെയ്യാൻ പോവാണ്. അഥവാ ജസ്റ്റ് നമ്മൾ ആപ്പ് സ്ക്രിപ്റ്റ് ഇവിടെ ഇത് കൊടുക്കുകയാണ്. നൗ ടു ഡിലേ ഫോർ schedule. So how to set up script with dispatch event with app script setting is 10 minutes. ഗൂഗിൾ ആപ്പ് സ്ക്രിപ്റ്റ് ഒരു 10 മിനിറ്റ് ഗിറ്റബിൻ്റെ API കോൾ ചെയ്യും. ഗിറ്റബ് ആക്ഷൻസ് റൺ ആവും, റെസ്പോൺസ് എക്സിക്യൂട്ട് ആവും. അതിൽ നമ്മൾ ഒരു ടോക്കൺസിൽ ക്ലാസിക് ടോക്കൺ ക്രിയേറ്റ് ചെയ്യണം. ഇതിൽ 2 ടോക്കൺ ഉണ്ടാവും. ക്ലാസ് കൊടുത്താൽ മതി.
ഫോർ ഓട്ടോ റെസ്പോണ്ട്. ഇത് നമ്മൾ കസ്റ്റം കൊടുത്തിട്ടാണ് നമുക്കൊരു, അല്ലെങ്കിൽ നമ്മൾ നോ എക്സ്പിറേഷൻ കൊടുക്കുകയാണ്. നമുക്ക് ഒരു ഇത്ര മന്തും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. നിലവിൽ നമ്മൾ തീരെ അതിൻ്റെ ചെയ്യാത്ത രീതിയിൽ ഫുള്ളി കൊടുക്കുകയാണ്. അതിൽ റെപ്പോസിറ്ററി റീഡ് ചെയ്യാനും പുഷ് ചെയ്യാനും എല്ലാത്തിനുള്ള പെർമിഷൻ വേണം. വർക്ക് ഫ്ലോ എന്തായാലും വേണം. നമ്മളിപ്പം ചെയ്യുന്നത് ഗിറ്റബിൻ്റെ വർക്ക് ഫ്ലോ ആണ്. പിന്നെ ജസ്റ്റ് റൈറ്റ് ചെയ്യാനുള്ള കൊടുക്കണം. ഡിലീറ്റിൻ്റെ അഡ്മിൻ്റെ കാര്യങ്ങളൊന്നും വേണ്ട. നമുക്കൊരു ഈ ഒരു രീതിയിലുള്ള ടോക്കൺ കിട്ടിയിട്ടുണ്ടാവും. നെക്സ്റ്റ് ക്രിയേറ്റ് ആപ്പ് സ്ക്രിപ്റ്റ്. ഈ ഒരു സൈറ്റ് ഓപ്പൺ ആക്കുക. ഇതിൽ ന്യൂ സ്ക്രിപ്റ്റ് എടുക്കാം. ഇതൊരു കോഡ് തന്നിട്ടുണ്ട്. ഇവിടെ ഒരു സ്ക്രിപ്റ്റിൽ ആപ്പ് സ്ക്രിപ്റ്റ് ട്രിഗർ എന്ന് പറഞ്ഞിട്ടൊരു കോഡ് തന്നിട്ടുണ്ട്. ഒരു കോഡ് നമ്മൾ എന്ത് ചെയ്യാം, ഫുള്ളി കോപ്പി ചെയ്യാം, ദെൻ പേസ്റ്റ് ചെയ്യാം. ഇതിൽ നമ്മൾ നേരത്തെ കോപ്പി ചെയ്തിട്ടുള്ള ഒരു ആക്സസ് ടോക്കൺ അവിടെ സെറ്റ് ചെയ്യാം. ബാക്കി നമ്മളെ ഗിറ്റർ ഓണർ അക്കൗണ്ട് ഏതാണ്, അല്ലെങ്കിൽ റെപ്പോസിറ്ററി നെയിം, ബ്രാഞ്ചും കാര്യങ്ങളൊക്കെ ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട്. അതോടൊപ്പം അതിലുള്ള ആ ഒരു വർക്ക് ഫ്ലോ റൺ ചെയ്യാനുള്ള കോഡ് കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. റൺ സെറ്റപ്പ് സേവ് ഫംഗ്ഷൻ ക്ലിക്ക് റൺ. ഇത് നമ്മളൊന്ന് സേവ് ചെയ്യാം. ദെൻ ഈ ഒരു റണ്ണ് ക്ലിക്ക് ചെയ്യാം. ഇത് നമ്മൾ ജസ്റ്റ് ഈ ഒരു ഏതെന്നാണോ റൺ ചെയ്യുന്നത് അതിനേക്കുള്ള പെർമിഷൻ കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ് ഒന്ന് കൊടുത്തിടുക മാത്രം ചെയ്യാം. വർക്ക് ഫ്ലോ ട്രിഗേർഡ് സക്സസ്ഫുള്ളി. ഗിറ്റപ്പ് എന്തായിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ലോഗ് ഷീറ്റ് ക്രിയേറ്റഡ്. എഡിറ്റ് ഗൂഗിൾ ഡോക്സ് ലോഗ് വരെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് കൊടുത്തിട്ടുണ്ട്. തൽക്കാലം നമ്മൾ ഒരു ലോഗ് ഇപ്പോൾ നമ്മളെ മെയിൽ ഇത് വർക്കായിട്ടുണ്ട്. അഥവാ നമ്മൾ ഇതിൽ വന്ന് ആക്ഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇമെയിൽ റെസ്പോണ്ടർ എന്തായിട്ടുണ്ട്, മാനുവലി ഇപ്പം റണ്ണായിട്ടുണ്ട്. റണ്ണായിട്ടുള്ള മെത്തേഡ് നമ്മളിപ്പം പറഞ്ഞിട്ടുള്ള ആ ഒരു രീതിയിലാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പോവാണ്, ഇതിൽ നിന്ന് ഗൂഗിൾ സ്ക്രിപ്റ്റ് ഓട്ടോ ക്രിയേറ്റ് ഗൂഗിൾ ഷീറ്റ് ലോഗ് ഷോയിങ് എവരി റൺ വിത്ത് സ്റ്റാറ്റസ് സക്സസ് ആണോ ആണെന്നുള്ള രീതിയിൽ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി വെക്കാണ്. ഈ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ പെർമിഷൻ ചോദിച്ചിട്ടുള്ളത്. ടൈം സ്റ്റാമ്പ് സക്സസ് മെസ്സേജ് നമ്മൾ ഒന്നും കൂടിയും കൊടുത്തു നോക്കുകയാണ്. റൺ. റണ്ണ് സക്സസ് ആയിട്ടുണ്ട്. ഷീറ്റിൽ നെക്സ്റ്റ് സക്സസ് ആണോ ഏതാണെന്നുള്ള വിവരങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇതിനി ഇപ്പം നമ്മൾ മാനുവലി ആണല്ലോ റൺ ചെയ്തിട്ടുള്ളത്. ഇതിൽ ക്രോൺ ജോബ് അഥവാ നമ്മൾ ഓരോ 10 മിനിറ്റിലും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇതിൻ്റെ അടിയിൽ ആഡ് ട്രിഗർ കൊടുക്കുക. ട്രിഗർ ഇമെയിൽ റെസ്പോണ്ടർ മെയിൻ ഫങ്ഷൻ ട്രിഗർ ഇമെയിൽ റെസ്പോണ്ടർ എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ കോൾ ചെയ്യേണ്ടത്. അതിലാണ് ഈ ഒരു സംഗതികളും കാര്യങ്ങളൊക്കെ വരുന്നത്. സെറ്റപ്പ് ട്രിഗർ
ട്രിഗേഴ്സ്. ഇതിൽ നമ്മൾ ജസ്റ്റ് ട്രിഗറിൽ വന്നിട്ട് ആഡ് ട്രിഗർ, ഇതിൽ ട്രിഗർ ഇമെയിൽ റെസ്പോണ്ടറാണ്. അത് നമ്മൾ ടൈം ഡ്രിവനിൽ മിനിറ്റ്സ് ടൈമർ എവരി 10 minutes സേവ്. പോപ്പപ്പ് വന്നിട്ടുണ്ട്. ഡൺ. സേവ് ചെയ്യാം. ഈ ഒരു നമ്മൾ ഡോക്ക് കൊടുത്തത് കൊണ്ടാണ്, ഡോക്സിലേക്ക് സ്റ്റോർ ചെയ്യാനുള്ളത് കൊടുത്തത് കൊണ്ടാണ് ജസ്റ്റ് അലോ കൊടുക്കുക. സേവ് ആയിട്ടുണ്ട്. ഇനി ഇത് ഓരോ 10 മിനിറ്റിലും വളരെ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യും, വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇത് നമ്മൾ മാനുവലി വേറെ എക്സ്ട്രാ കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നുമില്ല. ഇത് രണ്ടും നമ്മൾ ടൈപ്പ് എഡിറ്ററിലാണ് ഇനി വർക്ക് ചെയ്യുന്നതൊക്കെ. ട്രിഗറായിട്ട് തന്നെ ഓരോ 10 മിനിറ്റ്സിലും കൃത്യമായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് ഇതിന് നമ്മളിങ്ങനെ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എഗെയിൻസ്റ്റായിട്ട് നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരണം, അങ്ങനെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലും വളരെ അർജൻറ്റായിട്ടുള്ള മെയിലും കാര്യങ്ങളൊക്കെ അയച്ചാൽ എങ്ങനെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ, അഥവാ നമുക്ക് മെയിലിലേക്ക് വേണമെങ്കിൽ മെയിലിലേക്ക് തന്നെ റെസ്പോണ്ട് ചെയ്യാം. ഇനി അതല്ല ടെലഗ്രാമിലേക്ക്, ഇനി വാട്സപ്പിലേക്ക്, ഇനി എവിടേക്കാണോ നമുക്ക് വേണ്ടത് ആ രീതിയിൽ എല്ലാ രീതിയിലും നമുക്ക് വേറെ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ പെയ്ഡ് ടൂൾസും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും.